8th കഴിഞ്ഞത് മുതൽ തന്നെ ഫോണ് വാങ്ങിയിട്ട് സെല് ചെയ്യുക, മൊബൈൽ ബൈക്സ് സെല് ചെയ്യുക, പിന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പല സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. ബിഹൈൻഡ് ദ സീൻ ആ ഒരു ഇതാണ്. അപ്പം അന്നത്തെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗദി ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ നിന്ന് എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫ്രം ദെയർ ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ബീയിങ് സ്റ്റാർട്ടിംഗ് എയ്മർ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ? ഐ നോ വാട്ട് ഇസ് ദ വിഷൻ. അപ്പോഴും എൻ്റെ ഒരു ഫൈനൽ, അതായത് എൻ്റെ ബിസിനസ് പല മേഖലകളിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം, അത് ഏത് രീതിയിലും ഞാൻ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം സൗദിയിലാണെങ്കിലും ഞങ്ങൾ ഏകദേശം 50 lakhs അന്നത്തെ 50 lakhs എന്താക്കിയിട്ടുണ്ട്, INR ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ എനിക്കറിയാം, അതായത് നമ്മൾ ലോസ് വരും ബിസിനസ്സിൽ, പക്ഷെ വീണ്ടും നമ്മൾ അത് ചെയ്യാൻ പറ്റായിരുന്നു. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ആ ഒരു 5 hours എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈവറ്റ് ബി സ്കൂളിൽ വെക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിൽ തന്നെ 9.52 lakhs CTCയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. തൊട്ടടുത്തുള്ള വാട്ടർഫോൾസ് അവിടെ പോയി ഒന്ന് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്തിട്ട് അവിടെ നല്ല ഒരു പാറ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. സോ നമ്മുടെ ഒരു മീറ്റിംഗ് ഓർമ്മയുണ്ടോ? നമ്മള് വളരെ ഒരു എന്താ പറയാ യാദൃശ്ചികമായിട്ടാണ് നമ്മള് മീറ്റ്. സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. എനിക്ക് തോന്നുന്നു നമ്മള് ഹഡിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതെ അതെ. എനിക്ക് തോന്നുന്നു നമ്മള് പിന്നെ ഒരു എനിക്ക് ആക്ച്വലി അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കണം, ഫസ്റ്റ് ടൈം നെ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ആളാണോ ഇത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യണമെന്നുള്ളത്. ലൈക്ക് യു ആർ വെരി ഡൗൺ ടു എർത്ത് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അതാണ് എന്നെ ആക്ച്വലി എക്സൈറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ കോൺവെർസേഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും രണ്ടാമത് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തു, നെറ്റ്വർക്കിംഗ്. ഐ തിങ്ക് ആ ഒരു കോൺവെർസേഷൻ്റെ സ്പാർക്കാണ് പിന്നീട് നമ്മുടെ നെക്സ്റ്റ് കോൺവെർസേഷനിലും ലൈക്ക്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് കോൺവെർസേഷൻ, ഹൗ വി മെറ്റ് ആൻഡ് നൗ വി ആർ ഹിയർ വർക്കിംഗ് ടുഗദർ. വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. സോ ഇതൊരു ഇങ്ങനൊരു ആശയത്തിലേക്ക്, ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്താൻ എന്താണ് ഒരു ട്രിഗർ പോയിന്റ്, എന്താണ് അതിലേക്കുള്ള ജേർണി ആയിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഫാമിലിയിൽ കുറഞ്ഞ മെമ്പേഴ്സ് ഉണ്ട് ഈ പറയുന്ന ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള. എൻ്റെ ഉമ്മയുടെ ഫാമിലി. സോ അവർക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അത് കൂടുതൽ മണി കൊണ്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലി അവരുടെ ഒരു സ്ട്രെങ്ത് കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണമാണ്. പക്ഷെ അതില്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു, ഐ വിൽ ബി ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഈവൻ 8th കഴിഞ്ഞത് മുതൽ തന്നെ ഫോണ് വാങ്ങിയിട്ട് സെല് ചെയ്യുക, മൊബൈൽ ബൈക്സ് സെല് ചെയ്യുക, പിന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ 5th 6th ഒക്കെ സ്റ്റാൻഡേർഡിലുള്ള സമയത്ത് തന്നെ ചെറിയ വീടിന്റെ മുന്നിൽ നമ്മൾ മുട്ടായികൾ വെച്ചിട്ട് അതന്നേ അവിടെ തുടങ്ങി. അന്നേ ഉണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. ബിഹൈൻഡ് ദ സീൻ ആ ഒരു ഇതുണ്ട്, ഒരു ട്രിഗർ പോയിന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ എൻ്റെ ജേർണിയിൽ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് തന്നെ ഞാൻ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും ഐഡിയ. പക്ഷെ സെയിം ടൈം തന്നെ സൗദിയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള. അപ്പം അന്നത്തെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗദി ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. ഐ ചൂസ് ദാറ്റ് ആൻഡ് വെന്റ് ദേർ. അങ്ങനെ അതായിരുന്നു ഐ തിങ്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ സോ ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഐ മീൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് മണി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഫ്രം ദെയർ ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ബീയിങ് സ്റ്റാർട്ടിംഗ് എയ്മർ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ? ഐ നോ വാട്ട് ഇസ് ദ വിഷൻ ഓഫ് എയ്മർ. ഐ മീൻ ക്രിയേറ്റിംഗ് റിയൽ ബിസിനസ് ലീഡേഴ്സ് റൈറ്റ് ഫോർ ടുമോറോ. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി ഇറ്റ്സ് വെരി
യുനോ ഒരു അങ്ങനെ നോട്ട് എ പ്ലാൻ ജേണി, Okay. ഇറ്റ്സ് Okay. ഇവോൾവ്ഡ്. സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഐ കെയിം ബാക്ക് ടു ഫ്രം സൗദി. ഐ മീൻ അത് ഒരു ചെറിയ ഫയർ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഐ ജോയിൻഡ് ഇൻ വൺ കമ്പനി കോൾഡ് ഇംതിബിഷ്. ആൻഡ് Okay. ഫണ്ട് റേസിംഗ് ആയിരുന്നു മെയിൻലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം സമയം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഫ്രീലാൻസ് ആയിട്ട് മൾട്ടിപ്പിൾ കമ്പനീസിന് മാർക്കറ്റിംഗ് സെയിൽസ് സൈഡിലുള്ള പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. Okay, okay. അപ്പോഴും എൻ്റെ ഒരു ഫൈനൽ, അതായത് എൻ്റെ ബിസിനസ് പല മേഖലകളിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ ലിവറേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അന്ന് ഏത് സ്റ്റേജിലായിരുന്നു മർക്കസ്? അത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെ, ഏർലി സ്റ്റേജ് ആണ്. പക്ഷേ പള്ളിയുടെ വർക്ക് നടക്കുന്നുണ്ട്, ലാൻഡ്മാർക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. യുനാനി മെഡിക്കൽ കോളേജും ലോ കോളേജും റണ്ണിങ് ആണ്, ഓപ്പറേഷനിലായിരുന്നു. അതുപോലെ ഫെസിൻ ഹോട്ടലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ നീഡ് സ്കൂളിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് റെഡി ആയിട്ടുണ്ട്. അലിഫ് സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പം നമുക്കറിയാം അത്രയും ഒരു പൊട്ടൻഷ്യൽ അവിടെ, അല്ലെങ്കിൽ അത്രയും ഒരു മാറ്റങ്ങൾ ഇവിടെ ഒരു ടൗൺഷിപ്പ് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അതൊരു വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അല്ലേ? കേരളത്തിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള, തീർച്ചയായിട്ടും. ഇന്ത്യയിലുണ്ടോ ഇങ്ങനത്തെ ആശയങ്ങൾ? ഇന്ത്യയിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയില്ല. ഐ മീൻ കേരളത്തിൽ നമ്മുടെ പല പ്രൊജക്റ്റുകളും ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും എന്താ പറയുക എഫക്റ്റീവ്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നടക്കുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നറിയാം. പിന്നെ നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നടക്കാറുണ്ട്. അപ്പം അത് ലിവറേജ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം നോക്കിയിട്ടുണ്ടായിരുന്ന ഒറ്റ കാര്യം, മർക്കസ് നോളജ് സിറ്റിയുടെ ഉള്ളിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പം അങ്ങനെയാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഐഡിയ ആയിരുന്നു BS സ്കൂൾ എന്നുള്ളത്. അപ്പം ഈ BS സ്കൂൾ എന്നുള്ളത് മർക്കസ് നോളജ് സിറ്റിയുടെ മെയിൻ ടീമിനെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു അതിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം അത് ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ആ സമയത്താണ് കൂടുതലായിട്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ജേണി എന്ന് പറയുന്നത് ഈ ഒരു മേഖലയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇതായിരുന്നു. അപ്പം ആ സമയത്ത് ഈ ഒരു എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എൻ്റർപ്രൈസ്, ഈ 2 മേഖലയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയിമർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 2 മേഖലയിലും ആ ഒരു പ്രോബ്ലം അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത്രയും വലുതാണ് എന്നുള്ളത് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേയൊക്കെയാണ് ഞാൻ അത്രയും വളരെ എൻ്റെ പേഴ്സണലായിട്ട് അതിനെ എന്താക്കുന്നത്, അത് റിയലൈസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈവൻ ഞാൻ പേഴ്സണലി തന്നെ അതിനെ എടുത്ത് എൻ്റെ ലൈഫിൽ ഇനി ഞാൻ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ജേർണി തീർച്ചയായിട്ടും പല രീതിയിലുള്ള ബിസിനസ്സുകളും അത് സ്കെയിൽ ചെയ്യുന്നതും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലക്ഷ്യം. അപ്പം ഈ 2 മേഖല ഫോക്കസ്ഡ് ആയിട്ട് മാത്രമായിരിക്കും എന്നുള്ളൊരു ഡെസിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനുശേഷമായിരിക്കും പിന്നെ ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാകും. വർഷം വരുന്ന ഈ ഒരു റിയലൈസേഷൻ 6 വർഷം എന്ന് പറഞ്ഞില്ലേ? അതിലൊരു 3 വർഷം മുന്നേ. അത് എക്സാക്ട് ഇയർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൗണ്ട് ചെയ്യാനല്ല. 2021 ശേഷമാണ്, എൻഡ് ഓഫ് 2021 ഓർ ബിഗിനിങ് ഓഫ് 20 ആ ഒരു സമയത്തായിരിക്കും അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പ്രോബ്ലത്തിന്റെ റിയൽ ഡെപ്ത് അറിയുന്നതും. അതെ, ഇതൊരു വലിയ പ്രോബ്ലമാണ്. ഈവൻ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി നേരത്തെ എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് മണിയായിരുന്നു. അപ്പം പ്യുവർലി എന്ത് പ്രൊജക്റ്റ് നോക്കുമ്പോഴും എനിക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കുറെ കൂടെ വന്നു. മണി എന്നുള്ളത് കോർ ഫോക്കസ് അല്ലാതെ മാറി. അപ്പം തീർച്ചയായിട്ടും ഈ പ്രോബ്ലം എന്നുള്ളതാണ് പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം
വളരെയധികം. എപ്പോഴാണ് ആ ഒരു ഷിഫ്റ്റ് നടന്നത്? ഇപ്പം മണി ഒരു കോർ ഫോക്കസ് അല്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഒരുപാട് സമയം പഠിക്കുകയും അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് പഠിക്കുക എന്നുള്ളത് ഒന്ന്, ഞാൻ മോർണിംഗിൽ ഉണ്ടാകുന്ന ഒരു ലേണിംഗ് ഉണ്ട്. അത് കൂടാതെ ഒരുപാട് ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെയുള്ള ആളുകളുടെ പോഡ്കാസ്റ്റ് ഒരുപാട് കേട്ടു. അപ്പം ആ സമയത്താണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ വളരെയധികം ആ ഒരു ഡെപ്ത് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മണി എന്നുള്ളത് കുറേയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സോൾവ് ആയിട്ടുണ്ട്. മറ്റേ പല പിന്നെ ബിസിനസ്സിലൂടെ വന്നിട്ടും അതൊരു കോർ ഫോക്കസ് എന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത് എയ്മറിന്റെ ഒരു ലോഗോയും ആ ഒരു പേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആക്ച്വലി? എയ്മർ എന്നുള്ള പേര് അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് അവാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളതാണ്. അപ്പം ഈ അവാൻ ഇനിഷ്യലി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെയുള്ള IIMK എന്നുള്ളൊരു ടീം ഓഫ് കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു ആ പേര് സജസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെയാണ് എയ്മർ എന്നുള്ള പേര് കറക്റ്റ് ആ ഒരു ഇത് അതിന്റെ ഒരു അബ്രിവേഷനും കിട്ടി. വളരെ നല്ല ഒരു കാരണം നമ്മൾ പല ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എയ്മറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഇതാണ്, നെയിം ഇസ് എ വെരി ഗുഡ് നെയിം, എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത്. അത് ഇത്തരത്തിലുള്ളൊരു ജേണി അതും വളരെ ഒരുപാട് അങ്ങനെ ഒരു രീതിയിലല്ല, പക്ഷെ അത് തീർച്ചയായിട്ടും ബ്രെയിൻ സ്റ്റോമിലൂടെ തന്നെയാണ് അത് എത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഇത് വാലിഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ കൺസൾട്ടൻസിന്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആശയം, ഇതൊരു ചെറിയൊരു ആശയമല്ല, ഇറ്റ്സ് എ ഹ്യൂജ് വിഷൻ ഓർ എ മിഷൻ ദാറ്റ് യു ആർ ബിഹൈൻഡ്, റൈറ്റ്? അതിലേക്ക് എത്താനുള്ള ഒരു ഇതെന്നല്ലേ ആരൊക്കെയാണ് അതെങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്തത്? അതായത് ഇങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ആവും, ഇപ്പോൾ മർക്കസ് നോളജ് സിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഇറങ്ങി തിരിച്ചാൽ അത് സക്സസ് ആവും എന്നുള്ള ഒരു വാലിഡേഷൻ എപ്പോഴാണ് എമ്മിന് തോന്നി തുടങ്ങിയത്? ഇനിഷ്യലി ഞങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഈ പറയുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ഡയറക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഫാക്കൽറ്റീസിനെയും മീറ്റ് ചെയ്ത് അവരെ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരുന്നു. അപ്പം അത് ഏത് രീതിയിൽ സോൾവ് ചെയ്യണം, അതിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഒരു രണ്ട് സൈഡും കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് ഒരു സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് എടുത്തിട്ടുണ്ട്, തീർച്ചയായും കോളേജിന്റെ സൈഡിൽ അവരുടെ അവസ്ഥയും ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ചോദിക്കുന്ന സമയത്ത് അറിയാം എത്ര പേര് പ്ലേസ്ഡ് ആയി, ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അലുമിനൈസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഈവൻ സ്റ്റുഡൻസിന്റെ കേസിലും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പോയിന്റും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അത് ഒരുപാട് ചോദിച്ചിട്ടില്ല, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം, അങ്ങനെ പലരെയും കാണുന്നതും സംസാരിക്കുന്നതും ആയതുകൊണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ അത്രയും, അതായത് ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു എമൗണ്ട് അല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു പ്രോപ്പർ വാലിഡേഷന് വേണ്ടി ഞങ്ങൾ IIMKയിൽ PhD കംപ്ലീറ്റ് ആയ അതും കംപ്ലീറ്റ് ആക്കാനിരിക്കുന്നതുമായിട്ടുള്ള ഒരു 4 മെമ്പേഴ്സിൻ്റെ ടീമിനെ കണ്ടു. അവരോട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളതിൻ്റെ ആ സമയത്ത് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത്, കാരണം ഈ ഒരു എക്കോസിസ്റ്റം വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ടീം ഞങ്ങൾക്കിത് വാലിഡേറ്റ് ചെയ്ത് തരണം എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരത് ചെയ്യാമെന്ന് പറയും. അവർ ഏകദേശം ഞങ്ങൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ്, അറൗണ്ട് 10 lakh ഞങ്ങൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു ഫൗണ്ടേഷൻ ആയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾക്കും വളരെ അത് കഴിഞ്ഞതിന് ശേഷം അത്രയും പ്രൈമറി ഡാറ്റ അത്രയും വലിയ രീതിയിൽ എടുത്തിട്ടാണ് അന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡറി ഡാറ്റ ഉണ്ട്, പക്ഷെ അതിന് പ്രൈമറി ഡാറ്റയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി ഒരു വിശ്വാസം വന്നു. തീർച്ചയായിട്ടും. ഈവൻ ഫണ്ട് എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും അത് വളരെ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വാലിഡേറ്റ് ചെയ്തൊരു സാധനമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫണ്ടിങ്ങിലും മറ്റൊക്കെ ചെയ്യുന്ന പല പ്രൊജക്റ്റുകളിലും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ ഒരു ലാക്കിങ് പിന്നെ നമുക്ക് പല സമയങ്ങളിലും വലിയ രീതിയിൽ എഫക്ട് ചെയ്ത കൃത്യമായ രീതിയിൽ വാലിഡേഷൻ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയില്ല. ഒരു നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു IIM ടീമിനെ അല്ലെങ്കിൽ അതിനെ ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ട് ടീമിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് വാലിഡേറ്റ് ചെയ്ത് പിന്നെ എന്താ ഉണ്ടായ ലൈക്ക് എങ്ങനെയാണ് ഫസ്റ്റ് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി? ഇങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ എന്തായിരുന്നു അതിന്റെ? ഫസ്റ്റ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു BAP ബിസിനസ് ആക്സലറേഷൻ പ്രോഗ്രാമാണ്. അത് ഹൈലൈറ്റിൽ വെച്ചിട്ട് 2 ഡേയ്സിന്റെ പ്രോഗ്രാം. ആ സമയത്ത് ഞങ്ങൾക്ക് 12 പേര് അതിൽ. അതെങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആയി? ബിസിനസ് ഓണേഴ്സ് ഇവർ സ്റ്റുഡൻസിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ബിസിനസ് ഓണേഴ്സിലേക്ക് കണക്ട് ആയത്? ഐ മീൻ എയിമർ തീർച്ചയായിട്ടും അന്ന് തന്നെ ഞങ്ങളുടെ 3 സ്ട്രീം വളരെ ക്ലിയർ ആയിരുന്നു. ഒന്ന് റിസർച്ച് ആൻഡ് കൺസൾട്ടിങ്, മറ്റൊന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് അതിൽ നമുക്ക് സ്റ്റുഡൻസിനുള്ള എഡ്യൂക്കേഷൻ, എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, മറ്റൊന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ്. ഈ 3 സ്ട്രീം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് ട്രെയിനിങ്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ, ബിസിനസ് ആക്സലറേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അപ്പം അവിടുന്നായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2022-23 ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പം ആ സമയത്ത് ഫസ്റ്റ് സ്റ്റുഡൻസ് വരുന്നത് എനിക്ക് തോന്നുന്നത് മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യമായിട്ടുള്ള സ്റ്റുഡൻസ് ഈ പറയുന്ന നമ്മുടെ ആ ഒരു ബിപ് പ്രോഗ്രാമിലേക്കുള്ള സ്റ്റുഡൻസിനെ കിട്ടുന്നുണ്ടായിരുന്നത്. ആദ്യം ലോഞ്ച് ചെയ്തത് PG പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് എൻഡോട് കൂടിയിട്ടാണ് നമ്മുടെ UGയുടെ കാര്യങ്ങൾ റെഡി ആവുന്നത്. പിന്നീട് UG വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇപ്പോൾ പറഞ്ഞു, അതായത് മാർക്കസ് നോളജ് സിറ്റി ആ ഒരു മുമ്പത്തെ ജേർണി പറഞ്ഞു, പിന്നെ മാർക്കസ് നോളജ് സിറ്റി ഒരു ആസ്പെക്റ്റ് പറഞ്ഞു. ബട്ട് എനിക്ക് എപ്പോഴും ക്യൂരിയസ് ആയി നിൽക്കുന്നത് ആ ഒരു കറേജ് എങ്ങനെയാണ് വന്നത് ആക്ച്വലി ഇങ്ങനെ ഇത്രയൊരു ഹ്യൂജ് ഇതിലേക്ക് ബെറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് വരാം. അതിൻ്റെ ബേസിസ് എന്തായിരുന്നു? ആ ഒരു വാലിഡേഷൻ ആണോ, ആ ഒരു ടീമാണോ, അതോ മാർക്കസിന്റെ ഒരു ബാക്കിംഗ് ആയിരുന്നു? എന്താണ് ആക്ച്വലി അതിലേക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് വരുന്നതിൽ മാർക്കസിന്റെ ബാക്കിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതായിരുന്നു. ടീം തീർച്ചയായിട്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടീം എന്നുള്ള ഫീലും അതിനുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പ്രൊജക്റ്റിലും മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് മാറി. അപ്പം ആ സമയത്ത് ടീമുണ്ട്, മർക്കസിന്റെ ഇതുണ്ട്, പിന്നെ ബിസിനസ് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം, അത് ഏത് രീതിയിലും ഞാൻ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം സൗദിയിലാണെങ്കിലും ഞങ്ങൾ ഏകദേശം 50 lakhs അന്നത്തെ 50 lakhs എന്താക്കിയിട്ടുണ്ട്, INR ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ എനിക്ക് അറിയാം, അതായത് നമ്മൾ ലോസ് വരും ബിസിനസ്സിൽ, പക്ഷെ വീണ്ടും നമ്മൾ അത് ചെയ്യാൻ പറ്റായിരുന്നു. അതെ, അപ്പം അത് ഈ 3 കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും. സോ ഈ എയിമറിന്റെ ലോഗോ ഉണ്ടല്ലോ, അത് ഡിസൈൻ ചെയ്തത് അത് ആരാണ് ഡിസൈൻ ചെയ്തത്? അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു? അതിൽ ഒന്ന് ഒരു ഷീൽഡ് പോലെയാണല്ലോ അതിൻ്റെ കിടക്കുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് അതായത് നമ്മുടെ അതിൽ കാണാം എങ്ങനെയാ ഒരു താഴ്ഭാഗത്തായിട്ട് ഒരു ഷിപ്പിന്റെ ഉരുവിന്റെ ഒക്കെ ഒരു മോഡലുള്ള ഒരു ഷേപ്പ് വരുന്നുണ്ട്. അത് മലബാറിന്റെ ഒരു പഴമ മുമ്പ്, അതായത് ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങും മറ്റുമൊക്കെ നടന്നിരുന്ന ഒരു ഭാഗമാണ് മലബാർ എന്ന് പറയുന്നത്. ഇപ്പം അതില്ല. അപ്പം അന്ന് ആ ഒരു പഴമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മലബാറിന്റെ ആ ഒരു പഴമ സൂചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് മുകളിൽ കാണാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്, അതായത് ഗ്രാജുവൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ കാണാൻ പറ്റും, അതായത് ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഗോളിനെ കാണിക്കുന്നൊരു 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് മലബാറിന്റെ ഒരു പഴമ കൊണ്ടുവരാൻ അത് ഹബീബ് എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ഡിസൈനർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയൊരു ടീമിന് കൊടുത്തിട്ടല്ല, പക്ഷെ ആളത്രയും ആ സമയത്തെ നമുക്ക് ആളുടെ വർക്കെല്ലാം വളരെ ഇതായിരുന്നു. ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് വലിയ ക്ലയൻസിന് വേണ്ടിയിട്ട്, നല്ല ബിഗ് ക്ലയൻസിന് വേണ്ടിയിട്ടാണ് ആളിപ്പോൾ വർക്ക് ചെയ്യുന്നത്.
അപ്പം അന്ന് ആളെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ലോഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആ നൈക്കിയുടെ സ്റ്റോറിയാണ് ഓർമ്മ വന്നത്. നൈക്കി ആ ഒരു ഫ്രീലാൻസറിന് കൊടുത്ത് ചെയ്ത ലോങ് വേ. നമുക്ക് ഇനി ഫാസ്റ്റ് ഫോർവേഡ് ഒന്ന് മൂവ് ചെയ്യാം. സോ ഇന്ന് എന്താണ് അവസ്ഥ എമറിന്റെ? ലൈക്ക് യു ആർ ടോക്കിംഗ് ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾക്ക് നമ്മുടെ കുറഞ്ഞ സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷേ ഓണ്ടർപ്രണർഷിപ്പ് അല്ലാതെ പ്ലേസ്മെന്റ് ഉദ്ദേശിച്ചിരുന്ന സ്റ്റുഡൻസിനെ നമുക്ക് നല്ലൊരു ആവറേജ് CTC, അതായത് കേരളത്തിലെ പ്രൈവറ്റ് ബി സ്കൂളിൽ വെക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിൽ തന്നെ 9.52 lakhs CTCയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. അവിടെ അതാണ് നമുക്ക് ഉണ്ടായിരുന്ന അച്ചീവ്മെന്റ്. സെക്കൻഡ് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഈ വർഷത്തെ ബാച്ചിന്റെ ഓൺ ബോർഡിങ് നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏകദേശം 1000-ലധികം രജിസ്ട്രേഷൻ വന്നു. നമ്മുടെ ടെസ്റ്റ് എടുത്തു. പക്ഷേ അതിൽ നമുക്ക് വളരെ കുറഞ്ഞ, അതായത് വളരെ കുറഞ്ഞ ഇൻ ദ സെൻസ് ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കുട്ടികളെ എടുക്കുന്നത്. എല്ലാവർക്കും വന്ന് ചെയ്യാനുള്ള പ്രോഗ്രാം അല്ല. തീർച്ചയായിട്ടും അതെ. നമുക്ക് വന്ന ചില മിസ്റ്റേക്കുകളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒന്ന് അതായിരുന്നു. അപ്പം അതിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് അതിലൂടെ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഇപ്പം 100-ലധികം സ്റ്റുഡൻസ് ഓൾറെഡി സെലക്റ്റഡ് ആയി ഓൺ ഗോയിങ് ആണ്. അതാണ് ആ ഒരു നമ്മുടെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ വേർട്ടിക്കലിൽ പറയാന്നുണ്ടെങ്കിൽ. പിന്നെ കൺസൾട്ടൻസി എനിവേ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വേർട്ടിക്കലിൽ കൺസൾട്ടൻസി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 3 ക്ലയൻസിന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് നമുക്കൊരു 1 ടൈം, അത് കൂടുതലും നിങ്ങളായിരിക്കും പറയുന്നത്. ലൈക്ക് വി ഹാവ് കം എ ലോങ് വേ ഫ്രം ദേർ, റൈറ്റ്? എനിക്ക് തോന്നുന്നു എയ്മറിൻ്റെ വേറൊരു ആശയം എന്ന് പറയുന്നത് ബിയോണ്ട് CTC ഓണ്ടർപ്രണർഷിപ്പിലേക്കും ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് 40%. Can you talk more about that? Yes, that 48% is, 42% students started there on this. And അതിൽ ഒരാളുടെ വെഞ്ചർ നന്നായിട്ട് പോകുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പോർട്സും കാര്യങ്ങളൊക്കെ ഡെലിവറിയും കാര്യങ്ങളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ പാലക്കാട് നടന്ന ഒരു പ്രോഗ്രാം, പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതിൽ 32 സ്റ്റാർട്ടപ്സ് പങ്കെടുത്തതിൽ അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടപ്പായിരുന്നു. അവരിപ്പോഴും അവരുടെ സീഡ് ഫണ്ട് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഒരു ഏഞ്ചൽ ഫണ്ടിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫുഡ്, അതായത് പാക്ഡ് ഫുഡാണ് അവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളും പല ഇതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സായിട്ട് അവരെ ഇതിലേക്ക് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരാനും എന്താണ് ആക്ച്വലി എയ്മർ വ്യത്യസ്തമായി ചെയ്യുന്നത്? അതിൽ നമ്മുടെ മാനേജ്മെന്റ് ചാലഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഓണ്ടർപ്രണേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം, നമുക്കത് പെട്ടെന്ന് തന്നെ കേൾക്കും, ചിലപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും, പിന്നീട് മറന്നു പോകും. പക്ഷേ ആ ഒരു റിയൽ അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക തന്നെ വേണം എന്നുള്ളതാണ്. സോ ആ ഒരു മാനേജ്മെൻറ്റ് ചലഞ്ച് എന്ന് പറയുന്നത് അത് 1 മന്തിലും 1 വീക്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്. ആ ഒരു സമയത്ത് അവർ ഒരു 1 മന്ത് മാനേജ്മെൻറ്റ് ചലഞ്ച് ആണെങ്കിൽ ആദ്യത്തെ ഒരു വീക്കിൽ അവർ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത്. അവർക്ക് ഒരു ഐഡിയ ഏതൊരു ഐഡിയയിലാണ്, അതും നമ്മൾ ഓരോ സമയത്തും പല രീതിയിൽ, അതായത് കൊമേഴ്സിൽ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്, അതല്ലാതെ അവർക്ക് ഏതൊരു ഏരിയയിലും ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചലഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഏതാണോ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കണ്ടെത്തുന്നു. പിന്നീട് 2 വീക്സ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്, ഫൈനൽ വീക്കിൽ അതിൻ്റെ ഇവാലുവേഷനാണ്. അപ്പം ഈ സമയത്ത് തീർച്ചയായിട്ടും അവർ റിയലായിട്ട് അതിൽ ഇനിഷ്യലി എന്താണോ ചെറിയ ഫണ്ടിങ് വേണ്ടത് അത് വളരെ ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫണ്ടിങ്ങാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അത് വെച്ചിട്ട് റിയൽ ബിസിനസ് ചെയ്യുക. അതിൻ്റെ ഫൈനൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതായത് 50% വെയിറ്റേജ് കൊടുക്കുന്നത് എത്ര പൈസ അവരുണ്ടാക്കി, എത്ര മണി അവർ ഉണ്ടാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹാങ് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ആ ഒരു എന്തൊരു സിസ്റ്റം എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന ബാച്ചിലുള്ള സ്റ്റുഡൻസിന് നമ്മളിപ്പം ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന കൊമേഴ്സിലായിരുന്നു. അതിൽ
4 ടീം, നമുക്കുണ്ടായിരുന്നത് 8 ടീമാണ്. 4 ടീം അവരുടെ ബിസിനസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് നടന്നത് 3 മാസങ്ങൾക്ക് മുന്നെയാണ്. പലരും അതിൻ്റെ കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സുകളും മറ്റുമൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിയൽ ടേസ്റ്റ് കിട്ടുന്ന സമയത്ത്, അതായത് നമുക്കറിയാം നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഓൺട്രപ്രണർഷിപ്പ്, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും എനിക്ക് ബിസിനസ് തുടങ്ങണം, പക്ഷേ എങ്ങനെ തുടങ്ങും, എപ്പോൾ തുടങ്ങും അറിയില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഒരുപാട് പേര് അതിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ വീണ്ടും അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു റിയൽ ഹാങ് ഓഫ് ഡൂയിങ് എ ബിസിനസ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, അതായത് വൺസ് ആൻ ഓൺടർപ്രണർ ഇസ് ഓൾവേസ് ആൻ ഓൺടർപ്രണർ, റൈറ്റ്? എനിക്ക് തോന്നുന്നു എയ്മർ അതിൻ്റെ ഒരു വേദിയായി മാറുന്നു എന്നുള്ളതാണ് അതിൽ. തീർച്ചയായിട്ടും ഐ തിങ്ക് ദാറ്റ്സ് വെരി യുണീക്ക്, റൈറ്റ്? അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവായിരിക്കും. അതെ. സോ ആസ് എ കമ്മിങ് ബാക്ക് ടു യുവർ തിങ്, റൈറ്റ്, ആസ് എ ഫൗണ്ടർ, റൈറ്റ്, ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് റൺ ചെയ്യാൻ, ലൈക്ക് ഹൗ വാസ് യുവർ ടിപ്പിക്കൽ ഡേ? ലൈക്ക് എങ്ങനെയാണ് ഇതൊരു how do you run this whole show, right? I know like there are a lot of things happening, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. Like how do you run the show? Like what are your support pillars? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഡേ പറയുന്നതിലും നല്ലത് ഒരു വീക്കായിരിക്കും. ഒന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ഡേ പറയുന്നതിലും നല്ലത് ഒരു വീക്കായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്നത്. അതിൽ മെയിൻലി ഒന്ന് ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് പോകുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി പ്ലാൻഡ് ആയിട്ടുള്ള 8 മീറ്റിംഗ്സ് ഓരോ കോർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു സമയത്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഒരു പാർട്ട്. മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ CSO ആയിട്ടുള്ള കോൾ എടുക്കുന്നുണ്ട്. അതല്ലാതെ പേഴ്സണലായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നൊരു സമയമുണ്ട്. അതാണ് മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടീം ബിൽഡിങ്ങിലാണ്. എപ്പോഴും നമുക്ക് നല്ലൊരു ടീം ഇപ്പോൾ ആയിട്ടുണ്ട്, പക്ഷെ ഇനിയും അതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വേണ്ടതുണ്ട്. അപ്പം ആ ഒരു ടീമിങ്ങിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഒരുപാട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലേണിംഗ്, ഈ 4 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് മെയിൻ പില്ലേഴ്സ് ഓഫ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവിടെയാണ് ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്ട്രക്ചേർഡ്, റൈറ്റ്? ലൈക്ക് യു ആർ ചെക്കിംഗ് ഓപ്പറേഷൻ നോക്കി, സ്ട്രാറ്റജിക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ലേണിംഗിന് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ടീമിന് ബിൽഡിങ്ങിന് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിയത് ലൈക്ക് വെൻ യു സ്റ്റാർട്ടഡ് ഇറ്റ്സെൽഫ് അങ്ങനെ ഇതിലേക്ക് എത്തിയോ അതോ ഇറ്റ് വാസ് എ ജേർണി ദേർ ഓൾസോ? ഇറ്റ് വാസ് എ ജേർണി. ലൈക്ക് എൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി അൺസ്ട്രക്ചേർഡ്. I was going behind each എല്ലാ പ്രശ്നം ഫയർ ഫൈറ്റിംഗ് മോഡ്. അതെ അതായിരുന്നു. അപ്പോൾ ഐ തിങ്ക് എല്ലാ ഓൺട്രപ്രണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ബിഗ് ചാലഞ്ച് ആണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും പിന്നാലെ പോവുക എന്നുള്ളത്. ഈവൻ ഐ ഡോണ്ട് നോ വേർ ഐ ഫോക്കസ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. ഒരു 3 വർഷങ്ങൾക്ക് മുന്നെയാണ് നമുക്കൊരു കൺസൾട്ടന്റിനെ ഇതിലേക്ക് പിന്നെ ഓൺബോർഡ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ. തീർച്ചയായിട്ടും ആ സമയത്ത് ഞങ്ങൾ ആദ്യം ഏറ്റവും ബോട്ടം ലൈനിൽ തുടങ്ങി ഓരോ സ്ട്രക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് ഈവൻ ഫൈനലി എൻ്റെ ഒരു സ്ട്രക്ചറും കൂടെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ വളരെയധികം ക്ലാരിറ്റി കൊണ്ടുവരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു കൺസൾട്ടന്റ് വന്ന സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു സ്ട്രക്ചറിങ്ങിലേക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു കാര്യം കൂടെ ഒരു കോച്ച് ഈ കൺസൾട്ടന്റ്, തീർച്ചയായിട്ടും രാഹുൽ തന്നെയാണ് കൺസൾട്ടന്റ്. ഇപ്പോൾ നമ്മുടെ CSO ആണ് നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ട്. നമ്മുടെ കമ്പനിയിൽ നമ്മൾ പുറത്തേക്ക് കൺസൾട്ട് ചെയ്യുന്നതും രാഹുലാണ് അറിയാം. അപ്പം ആ ഒരു പാട്ടിൽ പിന്നീട് രചന ഞാൻ പരിചയപ്പെടുന്ന ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുന്നെയാണ്. ആ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഐ വിൽ ബി ഫോക്കസിങ് ഓൺ ദിസ് എഡ്യൂക്കേഷൻ എന്റർപ്രൈസ് എന്നുള്ള വിഷയം. പക്ഷെ അതിനെ എനിക്ക് കൂടുതൽ ആ ഏരിയയിൽ എങ്ങനെയായിരിക്കണം ഇനി മുന്നോട്ടുള്ള ജേർണി എന്നുള്ളതിൽ എനിക്ക് നല്ല രീതിയിൽ കോച്ചിങ് സപ്പോർട്ട് കിട്ടിയത് രചനയുടെ അടുത്തതായിരുന്നു. അപ്പം തീർച്ചയായിട്ടും പേഴ്സണൽ കോച്ചിങ് ആസ് എ ഓൺട്രപ്രണർ ഓർ എ ഫൗണ്ടർ, മൈ പേഴ്സണൽ വിഷൻ ഹൗ ഡു ഐ ഗോ ദർ എന്നുള്ളതിന് എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ
നമ്മുടെ ജേണിയിൽ നമുക്കറിയാം രാഹുൽ, രചന ഇവരൊക്കെയാണ് നമ്മൾ പുറത്തേക്കുള്ള കൺസൾട്ടിങ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അത് റിയലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലയന്റിന് അത് കൊടുക്കാൻ പറ്റണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ മീൻ എനിക്ക് ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട് കൺസൾട്ടന്റിൽ നിന്ന്. അപ്പോൾ ഞാനത് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഓരോ കൺസൾട്ടന്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെയധികം ഫിൽട്രേഷൻ പ്രോസസ് നടത്തും. നമ്മൾ ആ റൈറ്റ് കൺസൾട്ടന്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് കൺസൾട്ടൻസിയുടെ ഭാഗം കൊടുക്കുന്നത്. അപ്പം ആ ഒരു പാർട്ടിൽ ഐ മീൻ ഈവൻ എനിക്ക് ആ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാനും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് കൺസൾട്ടൻസി വേണമെന്ന് നമ്മുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അതിൽ ഡെപ്തിലേക്ക് പോവുകയും റൈറ്റ് കൺസൾട്ടൻസി കൊണ്ടുവന്ന അതൊരു ബിസിനസ് കറക്റ്റ് ഒരു ബിസിനസ് ലൈനിലേക്ക് വന്നതും ആ ഒരു കോൺഫിഡൻസിലാണ്. തീർച്ചയായിട്ടും മുമ്പ് എനിക്ക് ഐ മീൻ ഞാൻ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ എന്തായിരുന്നു അതിന്റെ പ്രോബ്ലം എന്നുള്ളത് ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ കേസിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കേസിലാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഔട്ട്കം ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ കൺസൾട്ടിങ് പറയുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് ഔട്ട്കം എന്നുള്ളതാണ്. ഔട്ട്കം ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഔട്ട്കം ഒബ്സസ്ഡ് എന്ന് പറയാം. അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യാണ്ടായിരുന്ന കാരണം നമുക്ക് ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്ന കുറെ ബാഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഇൻസൈറ്റ് ആണ് അത്. അതായത് ഔട്ട്കം ആണ് വേണ്ടത്. വെറുതെ ഒരു ഇത് തന്ന് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെറുതെ ഒരു DPR ഒന്നും പോലെയല്ല, റിയൽ റിസൾട്ട്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ്. എനിക്ക് വളരെ വേറെ ഒരു ഐ മീൻ MM-ന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സൈഡ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ you are involved in multiple businesses, right? If I call you, you are a serial entrepreneur, right? അതിന്റെ ഒരു ഐ മീൻ for example you are a co-founder of another company as well, right? അത് like how do you manage, right? Like ഇത്രയധികം കാര്യങ്ങൾ you are running on one side, you are running an institution which is going to make a huge impact, already making a huge impact. Another side you are running another business, right? How do you like manage your whole it's stuff, like right? Yeah, I believe three things. I mean mainly ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിൽ കോറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഐ മീൻ ഒരു സീനിയർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൗണ്ടർ ലെവലിൽ ഒന്ന് സ്ട്രാറ്റജി, മറ്റൊന്ന് സിസ്റ്റം, മൂന്നാമത്തത് ടീം എന്നുള്ളത് തന്നെയാണ്. ആ 3 pillars തന്നെയാണ്. You are learning also. I'm learning also. I mean that's my continuous learning. I mean that's what I actually love to. So ഈ 3 കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം മേക്കിംഗ് ഷുവർ ഐ എം ഹാവിങ് എ റൈറ്റ് പാർട്ട്ണർ. അതിൽ അതായത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുള്ളത്. എയിമറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർ, ഐ മീൻ ഒരു കോ ഫൗണ്ടർ ലെവലിലുള്ള ആളെനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ആ ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒന്ന് ഒരു ഗൈഡൻസ് ആയിരിക്കും ആ ഒരു സിസ്റ്റം ബിൽഡിംഗ് പാർട്ടിൽ വേണ്ടത്. അപ്പം സിസ്റ്റം ബിൽഡിംഗ് പാർട്ടിൽ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഒരു കോളിലൂടെ ഞങ്ങൾ ആ കാര്യങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു വെഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 2 calls in a week ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സിസ്റ്റം റണ്ണിങ് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റും. രണ്ടാമത്തത് സ്ട്രാറ്റജിയാണ്. അതും ഈ പറയുന്നത് പോലെ ഐ മീൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണർ ഐ മീൻ അത് നിങ്ങൾ പറഞ്ഞു ഐ മീൻ ഐ തിങ്ക് യു ആസ്ക് മീ എന്തായിരുന്നു ഐ മീൻ നമ്മൾ when I said some new strategy for the aimer, you said I mean it's a kind of deep ownership. Yeah, that word I strike ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. We need people who have deep ownership in the team. Yes, exactly. അപ്പം ഈ സ്ട്രാറ്റജിയുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ആ ഡീപ്പ് ഓണർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും. ഐ മീൻ ദാറ്റ്സ് ഹിസ് ബേബി ഓൾസോ. അപ്പം അതവിടെ ഉണ്ട്. പ്ലസ് ഒരു നമ്മുടെ എന്താ പറയുക സ്ട്രാറ്റജിക്കലി ഒന്ന് കണക്ട് ചെയ്ത് അതിനൊന്ന് സ്ട്രക്ചർ ചെയ്യുന്നതോട് കൂടിയിട്ട് അതും ഓക്കെയാണ്. പിന്നീട് ടീം ബിൽഡിങ്ങിൽ അതായത് കോർ ടീം, ഒരു ലീഡർഷിപ്പ് ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നെറ്റ്വർക്ക് ഐ മീൻ ഞാൻ അതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നെറ്റ്വർക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഇൻഡസ്ട്രി ബേസ് ഒന്ന് തന്നെയാണ്. അപ്പം അതെനിക്ക് അവിടേക്കും ഇവിടേക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ രീതിയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു
പാർട്ട്ണറും കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസും ഈ പറഞ്ഞ കാര്യങ്ങളും ആണ് അതിലെ മെയിൻ കോർ ആയിട്ടുള്ള. ഇതാണ് നമ്മള് ഞാനത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് കൺസൾട്ടൻസിയുടെ ഒരു ടാഗ് ലൈൻ നമ്മൾ കോയിൻ ചെയ്യുമ്പോൾ നമ്മളിട്ട ഒരു വാക്കാണ് ലൈക്ക് യുവർ ട്രസ്റ്റഡ് ബിസിനസ് പാർട്ട്ണർ. ബിക്കോസ് പലപ്പോഴും ഓൺടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ദി വുഡ് ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ദാറ്റ് ഹോൾ വിഗർ. ഒരു ഐഡിയ ഉണ്ട്, ഇൻഡിവിജ്വലി ആ ഒരു ശക്തിയിൽ വിൽ സ്റ്റാർട്ട് സംതിങ്, ബട്ട് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ലോൺലി ആയിരിക്കും. നമുക്ക് ചുറ്റും അത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. സോ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ റൈറ്റ് ആൾക്കാർ മേ ബി ഷോർട്ട് ടേം ആയിരിക്കാം, they will come and help us. At one point we discover there is a long term partner also, right? Like who we find നമ്മളൊരു കറക്റ്റ് ഒരു ടീം മെമ്പേഴ്സ് വരും. സോ ഐ തിങ്ക് നമ്മൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് ആക്ച്വലി ആ ഒരു ടാഗ് ലൈൻ കൊണ്ടുവന്നത്. മേ ബി ഇപ്പോൾ എയിമറിന്റെ ജേർണി പോലെ ആ ഒരു ഷോർട്ട് ടേം നമ്മൾ വന്ന് സപ്പോർട്ട് ചെയ്ത് ടിൽ യു ഫൈൻഡ് ദാറ്റ് റൈറ്റ് ലോങ് ടേം പാർട്ട്ണർ, വി ആർ ദ പാർട്ട്നേഴ്സ് ഫോർ യു. ഇൻട്രസ്റ്റിംഗ്. സോ എങ്ങനെയാണ് മൾട്ടിപ്പിൾ വെഞ്ചേഴ്സിലേക്ക് മാനേജ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു ഇതിലേക്ക്? ഇൻട്രസ്റ്റിംഗ്. ഇനി കുറച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് ഡീപ്പ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്ച്വലി ലൈക്ക് ഹൗ ഡു യു പേഴ്സണലി സ്ട്രാറ്റജൈസ്, റൈറ്റ്? ലൈക്ക് എമ്മിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സ് എങ്ങനെയാണ്? ലൈക്ക് ആസ് എൻ ഓൺടർപ്രണർ, റൈറ്റ്? ഹൗ ഡു യു തിങ്ക്, റൈറ്റ്? എങ്ങനത്തെ സ്ട്രാറ്റജീസ് കൊണ്ടുവരണം, എങ്ങനെ എൻ്റെ ഡേ സ്ട്രക്ചർ ചെയ്യണം? ലൈക്ക് ടിപ്പിക്കൽ ലൈക്ക് ഒരു ഡേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി അതെ തിങ്കിങ് ചെയ്യുക? എവിടെയാണ് മാക്സിമം തിങ്കിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന്? എൻ്റെ നോർമൽ റിവ്യൂ, അതായത് റെഗുലർ ആയിട്ടുള്ള റിവ്യൂ, അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ ഞാനത് പൊതുവെ ഫസ്റ്റ് ഹാഫിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഡേയുടെ. സെക്കൻഡ് ഹാഫ് പൊതുവേ ഞാൻ കൂടുതൽ രണ്ട് സമയമാണ്. ഒന്ന് ഏർലി മോർണിംഗ് സമയത്ത്, ലേണിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ചില സമയത്ത് നമുക്ക് ലേണിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ സമയം ഈ പറയുന്നത് പോലെ ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ഇന്ന് ഏർലി മോർണിംഗ് എനിക്കൊരു ഗ്യാപ്പ്, ഗ്യാപ്പ് ഇൻ ദ സെൻസ് ഞാൻ ചെയ്യേണ്ട ഒരു ചെറിയൊരു പഠിക്കണം എന്ന് ഉദ്ദേശിച്ച സാധനം കഴിഞ്ഞു. ഒരു 2 hours പിന്നെ ബാക്കിയുണ്ട്. ഞാൻ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള വാട്ടർഫോൾസ് ചെമ്പോടെ അവിടെ പോയി ഒന്ന് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്തിട്ട് അവിടെ നല്ല ഒരു പാറ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാരിറ്റി തരും. ഒന്ന് അതാണ് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം റെഗുലറായിട്ട് സംഭവിക്കുന്നതായിരുന്നു. കഴിഞ്ഞ 3 weeks ആയിട്ട് ഡെങ്കി പിടിച്ചതിന് ശേഷം ഒന്ന് റിക്കവർ ആവാനുള്ള സമയം കൊണ്ട് പിന്നീട് കിട്ടും. പക്ഷെ ഇത് ചെയ്യുന്നത് ഈവനിങ്ങിലായിരുന്നു. മോർണിംഗ് ലേണിംഗ് ആണ്, ഈവനിങ്ങിൽ റെഗുലറായിട്ട് ഒരു 1.5 മണിക്കൂർ അതിനെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല ക്ലാരിറ്റി വിഷയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത് സൈക്ലിംഗ് ആൻഡ് ഈ പറയുന്ന മെഡിറ്റേഷൻ പൊതുവെ എൻ്റെ ഒരു ലേണിംഗ് ടൈമായിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഒരു 3:45 വേക്കപ്പ് ആൻഡ് 4 3:45 wake up. Oh, really? Yeah. Okay. Yes, it's happening. ഇടയ്ക്കൊന്ന് മിസ്സായിരുന്നു എന്നെ സമയം. പക്ഷെ ഡെങ്കി ആ സമയം വന്നപ്പോൾ ഒരു 3 ആഴ്ചയോളം. ഇപ്പം ഈ ഒരു കഴിഞ്ഞ 2 weeks ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു ഓൺ ട്രാക്കാണ്. അതിൻ്റെ മുന്നേയും വളരെ ഓൺ ട്രാക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് 3:45 എഴുന്നേറ്റിട്ട് പിന്നെ 4 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി റെഡിയാവും. റെഡിയായി ലേണിങ്ങിന് ഇരിക്കും. ഇപ്പോൾ എനിക്ക് ലേണിംഗ് പാർട്ട്ണർ ഉണ്ട്. ഒരു കഴിഞ്ഞ 1-2 മാസമായിട്ട്. ഒരു സമയത്ത് ലേണിംഗ് പാർട്ട്ണർ മിസ്സായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പക്ഷെ അതിന്റെ മുമ്പുണ്ടായിരുന്നു. വന്നും പോയിക്കൊണ്ടിരിക്കും ലേണിംഗ് പാർട്ട്നേഴ്സ്. Right now I have one. This you might know Lubaba, then Afsal, 2 members. അപ്പോൾ അവരുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് മോർ സ്ട്രക്ചേർഡ്, മോർ അക്കൗണ്ടബിലിറ്റി അങ്ങനെ. അപ്പോൾ അതിലൊരു 40 minutes ലേണിംഗ്, ദെൻ 20 minutes ഫോർ പ്രസന്റേഷൻ. എന്ത് ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ് യു ചൂസ്? വാട്ട് എവർ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാണ്. മേ ബി ഡെയിലി ഫേസ് ചെയ്യുന്ന certain challenges ആണോ ലേണിംഗ് എടുക്കുന്നത്? അത് ചാലഞ്ചസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. പിന്നെ ഇനി അതല്ലെങ്കിൽ ഞാൻ കൂടുതൽ എന്തെങ്കിലും പുതിയ വേർഡുകൾ കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ ബിസിനസ്സിൽ തന്നെ പുതിയ ടേംസ് ചില സമയത്ത് നമുക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ ചില ഏരിയയിൽ എനിക്ക് ചിലപ്പം
കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് എന്താണോ ആ ഏരിയയിൽ ഞാൻ കൂടുതൽ നോക്കാറുണ്ട്. ചില സമയത്ത് കോഴ്സുകൾ ഏതെങ്കിലും ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാറുണ്ട്, ബുക്സ് വായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ബിസിനസ് റിലേറ്റഡ് ഐ മീൻ ബുക്ക് വായിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് വളരെ ഡിഫിക്കൽട്ടാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. പക്ഷെ ഞാനത് ഒരു ചെറിയ പാർട്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് മാത്രം. അപ്പോൾ പിന്നെ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ്, അത് അങ്ങനത്തെ റിച്ച് ആൻഡ് പുവർ ഡാഡ്, ലീഡർ ഇൻ യു, പിന്നെ ഇങ്ങനെയുള്ള കുറേ ഐ മീൻ യെസ് ദ സീക്രട്ട്, അങ്ങനെയുള്ള കുറേ ബുക്കുകളാണ് വായിക്കാറുള്ളത്. 0 to 1 കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് റിലേറ്റഡ്. ഐ മീൻ ഞാൻ കൂടുതലും റെഫറൻസ് എടുക്കുക ബിസിനസ്സുകാർ ഐ മീൻ വായിക്കേണ്ട ബുക്ക് എന്ന് പറയുന്ന ബുക്കുകളാണ് കൂടുതലും റെഫറൻസ് എടുത്തിട്ട് അതാണ് ഞാൻ വായിക്കാറുള്ളത്. എനിക്ക് വേറെ ഒന്നും ഫിക്ഷനോ വേറെ ഒരു ഏരിയയും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അത്തരത്തിൽ മോർണിംഗ് ടൈം എന്നെ സംബന്ധിച്ചിടത്തോളം 5, 6, 7, 8, 9 അതായത് 5 hours എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേയിൽ എക്സ്ട്രാ കിട്ടുന്നത് പോലെയാണ്. ഐ മീൻ എനിക്കത് ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ 9 പൊതുവെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഒരു 5 hours എന്ന് പറയുന്നത് ഞാൻ മെയിൽ പൊതുവെ ചെക്ക് ചെയ്യുന്നത് ആ സമയത്താണ്. മെയിലിന് റീപ്ലൈ ചെയ്യുന്നതൊക്കെ ആ സമയത്താണ് കൂടുതലും ചെയ്യുന്നത്. ബാക്കിയുള്ളതിനേക്കാളും കൂടെ ഒരു ക്ലാരിറ്റി, ലേണിംഗ്, പിന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റിൽ ആയിട്ട് ഡയറക്ട്ലി വർക്കിലേക്ക് ഒന്ന് സ്റ്റാർട്ട് എല്ലാം. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പൊതുവേ മെസ്സേജസും കോൾസും ഒക്കെ വന്നു തുടങ്ങാൻ 9-ന് ശേഷമാണല്ലോ. അപ്പം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ആ ഒരു 5 hours എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് 9 to ഫസ്റ്റ് ഹാഫ് കൂടുതലും പ്ലാൻഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം, അതായത് റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം ഫസ്റ്റ് ഹാഫിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിൽ സ്ലോട്ട് ഒഴിവുണ്ടെങ്കിൽ അൺപ്ലാൻഡും അവിടേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ സ്ട്രാറ്റജി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പം എയിമറിൻ്റെത് ഉണ്ടാവും, അതുപോലെ മറ്റു വെഞ്ചേഴ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം എൻഷുർ ആ സിസ്റ്റം റണ്ണിങ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. സെക്കൻഡ് ഹാഫിൽ പൊതുവെ റെഗുലർ ആയിട്ടുള്ള കോൾസ് വളരെ കുറവാണ്. അൺപ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇനി അതല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ, അതായത് ഞാൻ മോർണിംഗിൽ ചെറിയൊരു ഡേ പ്ലാൻ ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്ന സംഭവങ്ങളിലാണ് സെക്കൻഡ് ഹാഫ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ആഫ്റ്റർ 5 ഞാൻ പറഞ്ഞതുപോലെ സൈക്ലിംഗ് ആണ്. ഐ മീൻ ഒരു യൂഷ്വൽ പ്രാക്ടീസ് പറയാന്നുണ്ടെങ്കിൽ സൈക്ലിംഗ്, ഐ മീൻ പോഡ്കാസ്റ്റ്, ദെൻ തിങ്കിങ്, ദെൻ ദിസ് മെഡിറ്റേഷൻ സ്റ്റഫ്. ഐ മീൻ അവിടെ ഐ മീൻ ഞാൻ പോകുന്നൊരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ ആളുകളില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ, ഇതൊക്കെ സംഭവിക്കുന്ന ഒരു 7-ന്റെ ഉള്ളിലായിട്ട് ഒരു ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കഴിയും. പിന്നെ ഈവനിങ് എൻഡ് ഓഫ് ദ ഡേ ജേർണൽ ചെയ്താറുണ്ട്. ഓക്കെ ഐ മീൻ ഞാൻ ഈ പറഞ്ഞതുപോലെ മെയിൻലി 4 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിന് വെയിറ്റേജ് കൊടുത്തിട്ട്, ഒന്ന് എൻ്റെ ലേണിംഗ് എന്നുള്ളതാണ്, രണ്ടാമത്തത് വർക്ക്, ഐ മീൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും വർക്ക് നമ്മൾ അങ്ങനെ ചെയ്തു എന്നുള്ളത്, മൂന്നാമത്തത് ഫിറ്റ്നസ് ആണ്, ഐ മീൻ ഹെൽത്തിൽ എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഐ മീൻ നാലാമത്തത് നെറ്റ്വർക്കിങ്ങിൽ എന്തെങ്കിലും പുതിയ കണക്ഷൻസ് 1-2 എങ്കിലും ലിങ്കിലൂടെ കണക്ട് ചെയ്തോ എന്നുള്ളത്. ഇത്തരം 4 കാര്യങ്ങൾ. അപ്പം അത്രയും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും, അതിനെപ്പറ്റി എഴുതും. അതെ, അതിന് വെയിറ്റേജ് കൊടുത്തിട്ട് അതിൽ ഐ മീൻ റേറ്റിംഗ് ഞാൻ സബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് അല്ല. കാരണം ഇത്രയും ചെയ്തു, ഐ മീൻ ടുഡേ ഒരു 4 hours നന്നായിട്ട് പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റി. സോ 4 out of 5, ഐ മീൻ അതിൻ്റെ വെയിറ്റേജ് 30%. അങ്ങനെ ആ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹൗ ഡു യു തിങ്ക് ലൈക്ക് യു ആർ സോൾവിങ് ഫോർ ദാറ്റ്? കാംനെസ് എനിക്ക് തോന്നുന്നത് ഒന്ന് നാച്ചുറലായിട്ട് എനിക്ക് അതിൽ കുറച്ച് ഐ മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പിടിച്ച് അങ്ങനെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഐ മീൻ എനിക്ക് ഓർമ്മ വെച്ചൊരു സമയം മുതൽ എനിക്ക് ഇതില്ല. അപ്പം ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് എങ്ങനെയോ നാച്ചുറലി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓവർകം ചെയ്ത് വന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇല്ല, വളരെ ചെറുതായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സംഭവിച്ചതുകൊണ്ടായിരിക്കാം. അപ്പം
ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പം നന്നായിട്ട് കാമാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഇതായിരിക്കാം. ഇൻട്രസ്റ്റിംഗ്. സോ ഈ ടീം ബിൽഡിങ്, ലീഡർഷിപ്പ് അതിനെ പറ്റി സംസാരിച്ചിരുന്നത്. അതിന് എംഎമ്മിൻ്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് ആ ലീഡേഴ്സിനെ കണ്ടുപിടിക്കുന്നത്? ലൈക്ക് റൈറ്റ് ആൾക്കാരെ ടു വർക്ക് വിത്ത്. റൈറ്റ്, ഐ തിങ്ക് എല്ലാ ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. പീപ്പിൾ ഇസ് ദെയർ ബിഗസ്റ്റ് പ്രോബ്ലം. കറക്റ്റ് ആൾക്കാരെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിങ്സ് വിൽ സ്റ്റാർട്ട് ഹാപ്പനിങ്. സോ ഹൗ ഡു യു ഐഡന്റിഫൈ ദാറ്റ്? ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ സംതിങ് ഐ ഹാവ് സീൻ വെരി ഡിഫറെന്റ്. അറ്റ് റൈറ്റ് ടൈം റൈറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് ആ ഒരു സാധനം സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഐ ഹാവ് സീൻ ഇൻ യു. സോ ഹൗ ഡു യു ഡു ദാറ്റ്? തുടക്കത്തിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. ജേണിയിലൂടെ കുറെ റോങ് ഹയറിങ് സംഭവിക്കുന്ന സമയത്താണ് കുറെ കൂടെ ക്ലാരിറ്റി വന്നുകൊണ്ടിരുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ മെയിൻലി നോക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്യാപ്പബിലിറ്റി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് എന്നുള്ള രണ്ട് സ്കെയിലാണല്ലോ പൊതുവേ നമുക്ക് ഈസിലി മെഷർ ചെയ്യാൻ പറ്റുന്നത്. കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കുറെ സംസാരങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിലുപരി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വൈബ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു അപ്പുറത്തേക്കുള്ള, ചിലർ കമ്മിറ്റഡ് ആയിരിക്കും, പക്ഷെ ആ ഒരു റൈറ്റ് വൈബ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു നമ്മുടെ മിക്സ് റെഡി ആവുന്നില്ല എന്നുള്ളത് ടീമിൻ്റെ. യെസ്, കറക്റ്റ്. ഇപ്പം നമുക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സക്സസ് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വൺ ഓഫ് ദ റൈറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ വൺ ഓഫ് ദ റൈറ്റ് എന്ന് ആ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇതിൽ ക്യാപ്പബിലിറ്റി, കമ്മിറ്റ്മെന്റ്, ആ ഒരു വൈബ്, അതിലൊക്കെ ഉപരിയായിട്ടുള്ള ഈ ഒരു വൈബ് എന്നെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേഴ്സണലായിട്ട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വൈബ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാനിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കഴിഞ്ഞൊരു 1 year ആയിട്ടായിരിക്കാം ഞാൻ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഇത്രയും വലിയൊരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ലോങ് ടേം ആയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐ തിങ്ക് ഈസ് എ അമേരിക്കൻ ഇൻവെസ്റ്റർ, റൈറ്റ്? സോ ആള് പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ലോങ് ടേം പീപ്പിൾ. എക്സാക്ട്ലി. അതായത് ലൈക്ക് ദാറ്റ്സ് എ തിങ്, റൈറ്റ്? ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ട്രൂ ഇൻ യുവർ കേസ് ഓൾസോ. ലൈക്ക് ഐ ഹവ് സീൻ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിലും യൂഷ്വലി ദേ ആർ ഹിയർ ടു പ്ലേ ദ ലോങ് ടേം. ബിക്കോസ് പലപ്പോഴും സംഭവിക്കുന്നതാണല്ലോ, ലോങ് ടേമിലാണ് യു ഗെറ്റ് ദ റിസൾട്ട്, റൈറ്റ്? കോമ്പൗണ്ടിങ് ഹാപ്പൻസ്, യു ഗെറ്റ് ദ റിസൾട്ട്, റൈറ്റ്? ആൻഡ് അതിന് യു നീഡ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്. ലൈക്ക് എല്ലാം മറന്ന് ലൈക്ക് ദേർ ആർ ലൈക്ക് ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്ന് റിസൾട്ട്സ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് കൂടെ നിന്ന് ചെയ്യുന്ന ഒരു ആൾക്കാരെ. ദാറ്റ് സംതിങ് ഐ ഹാവ് സീൻ യു ഡൂയിങ് റിയലി വെൽ, റൈറ്റ്? അതിലെനിക്ക് ഫെയിലിയർ, കുറെ മിസ്റ്റേക്സ് ഏർലി സ്റ്റേജിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കംപ്ലീറ്റ്ലി അതാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ മെൻഷൻ ചെയ്തൊരു വേർഡ് മിസ്സായത്, ലോങ് ടേം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു 3 വരുമ്പോൾ പൊതുവേ ലോങ് ടേം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോങ് ടേം. യെസ്, കറക്റ്റ്. വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാറുണ്ടോ ഇങ്ങനത്തെ, ലൈക്ക് ടു ഫൈൻഡ് ദ റൈറ്റ് ടീം ഇതിൽ ബിയോണ്ട് ദിസ്? 2-3 മെത്തേഡ്. ഒന്ന് റെഫറൻസിനാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന ഇവന്റ്സിലും നെറ്റ്വർക്കിംഗ് ഇവന്റ്സിലൂടെയൊക്കെ കൂടുതൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെറ്റ്വർക്കിങ്ങിന് എന്താണ് യൂഷ്വൽ സ്ട്രാറ്റജി? ലൈക്ക് യു ഗോ ടു ഇവന്റ്സ്? യെസ്, ഗോ ടു ഇവന്റ്സ് തന്നെയാണ് ഒരു മെയിൻ സ്ട്രാറ്റജി. ഇപ്പോൾ നമുക്കറിയാം മുനീർ റെഫറൻസ് ആണ് ഒരു റൈറ്റ് ഹയറിംഗ് ആയിട്ട് ഞാൻ കാണുന്ന ഒന്നാണ്. പലതും പല രീതിയിലാണ്, പക്ഷെ അപ്പോൾ ഇവന്റ്സ് റെഫറൻസ് ഇപ്പം ഞാനൊരു പൊസിഷൻ നോക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി റെഫറൻസിന് വേണ്ടിയിട്ട് യെസ്. ഞാൻ ഇന്ന് മോർണിംഗ് ഒരു 1 hour ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് അതിന് റെഫറൻസ് തരാൻ പറ്റുന്ന ആളുകളെ പേഴ്സണലായിട്ട് അവർക്ക് അതിൻ്റെ JD അയച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്, റെഫറൻസ് നോക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പാരലലി നെറ്റ്വർക്കിംഗ് ഇവന്റ്സിന് ഈ ഒരു സ്പെഷ്യൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ പലതും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട്. ആദ്യം പറഞ്ഞ വി ഫൗണ്ട്. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ഏർലിയർ കോൺവെർസേഷൻ, റൈറ്റ്? ഇപ്പോൾ ഡെയിലിയിൽ ഒരു പാരാമീറ്റർ പറഞ്ഞു, ലൈക്ക് നെറ്റ്വർക്കിംഗ് ചെയ്തോ എന്നുള്ള ടിക്ക് ചെയ്യാന്നുള്ളതാണെന്ന് പറഞ്ഞല്ലോ.
സോ അത് ലൈക്ക് ഹൗ ഡു യു എൻഷുർ ദാറ്റ് എങ്ങനെയാണ് ആ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ചാനൽ കണ്ടുപിടിക്കുക? അത് കൂടുതലും ലിങ്ക്ഡിൻ ആണ് ഞാൻ അത് നോക്കുന്നത്. അതിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇനി ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റെഗുലറായിട്ട് ഡേയിൽ നമുക്ക് പൊതുവേ ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിൻ ആയിരിക്കുമല്ലോ. എല്ലാ ദിവസവും നമുക്ക് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഫിസിക്കലി പുതിയ ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അറ്റ്ലീസ്റ്റ് 5 പേരെങ്കിലും ലിങ്ക്ഡിനിലൂടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. അപ്പം 5 ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ 5 തന്നെ റേറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ സംഭവിച്ചത് അതാണ് റേറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഒന്ന് ഫിസിക്കലായിട്ട് ഏതെങ്കിലും വഴി കാണാൻ പറ്റുമോ, അതല്ലെങ്കിൽ ലിങ്ക്ഡിനിലൂടെ 5 കണക്ട് ചെയ്താൽ ഐ ആം ഹാപ്പി. ഇപ്പോൾ ഓൺടർപ്രണേഴ്സിൻ്റെ വേറൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ചാണ് ഐ തിങ്ക് ടീം ഇസ് എ ബിഗ് തിങ്, റൈറ്റ്? ഇന്നോവേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. ഐ മീൻ ഇന്നോവേഷൻ ഉണ്ടാവും, ഓൺ ദി അതർ സൈഡ് നമ്മുടെ ഓപ്പറേഷൻസ് ഉണ്ടാവും. യു വിൽ ബി ഓൾവേസ് സ്റ്റക്ക് വിത്ത് ഓപ്പറേഷൻസ്, റൈറ്റ്? അപ്പോൾ അതിനെന്താണ് എമ്മിൻ്റെ ഒരു തോട്ട് പ്രോസസ്? ലൈക്ക് ഹൗ ഡു യു ബ്രിങ് ഇന്നോവേഷൻ? ഐ തിങ്ക് you have brought in lot of innovation to the education industry, right, through this program and stuff like that. adine enganeyana seriously, how do you think about it? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഐ മീൻ ഇനിഷ്യലി എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട്, കൺസൾട്ടൻറ്റുമാരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നിരുന്നു. കാരണം നമ്മൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പറേഷനിൽ സ്റ്റക്കായി കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും വരിക എന്നുള്ളത് ഭയങ്കര ഫ്രഷ് തോട്ട്സ് വരുന്നത് വളരെ, ഐ മീൻ അതായത് എസ്പെഷ്യലി ഒരു ഔട്ട്സൈഡ് തോട്ട്, അത് ഭയങ്കരമായിട്ട് നമ്മള് ഒരു ഡെയിലി ഓപ്പറേഷൻസിൽ നിന്നിട്ട് നമ്മുടെ ബയസ്ഡ് ആയിരിക്കും. ഇത് അടിപൊളിയാണ്. ഒരു പുതിയ ആള് വന്ന് അതിന് ഫ്രഷ് പെർസ്പെക്റ്റീവ് തരുമ്പോൾ we get that idea. എങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ ഇതിൽ എംഫസൈസ് ചെയ്യാൻ ആ ഒരു സാധനം അല്ലേ? അതെ, ഐ മീൻ ഞാൻ പറഞ്ഞ ഒരു ഇനിഷ്യൽ ഫുൾ ഓപ്പറേഷണൽ ഐ മീൻ സ്റ്റക്ക് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഐ മീൻ ഇതല്ല, ഐ മീൻ ദിസ് ഇസ് നോട്ട് important but urgent, but you don't focus here, you focus here, and this is what the core focus items are, this and this എന്നുള്ളത് സ്ട്രക്ചർ ചെയ്ത് തരാൻ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിരുന്നു. പിന്നീട് ഞാൻ ഈ പറയുന്ന ജേർണിയിൽ ഒരു പേഴ്സണലി അതൊരു സ്ട്രക്ചറായിട്ട് മാറിയതിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല സമയം കിട്ടുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഈ പറയുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്നോവേഷൻ കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കാനും അതിന് ടൈം കിട്ടുന്നത് സ്ട്രക്ചറിങ് ചെയ്തതിന് ശേഷം. ലൈക്ക് വാട്ട് ആർ യുവർ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്സ്? എന്താണ് അടുത്തൊരു മെയിൻ കോർ ഫോക്കസ് എന്നുള്ളത്? ലൈക്ക് ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സ് എന്താണ് ഒരു ജേർണി, യുവർ വിഷൻ ആൻഡ് യുവർ പ്ലാൻസ്? Understood. Yeah. So one is the expansion of this B school. So I think the new building is coming up. Yeah, that's coming up. So that will be ready within 4-6 months. I mean, so അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ, ദുബായ് ലൊക്കേഷനിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഐ മീൻ എക്സ്പാൻഷൻ ഇൻ ദ സെൻസ് ബി സ്കൂളായിട്ട് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ദുബായിലും പുതുതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിഫോർ 2027. ആൻഡ് പാരലലി സൗദിയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഐ മീൻ സെയിം ഏരിയയിൽ തന്നെ ഓൾറെഡി ഇതിൻ്റെ പ്രോഗ്രാമുകൾ പലതും നടക്കുന്നുണ്ട്. കോർ ഫോക്കസ് ഐ മീൻ കമ്പനീസാണ്, ഐ മീൻ എൻ്റർപ്രൈസുകളാണ്. അതിൽ ഒരു എക്സ്പാൻഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം നാട്ടിൽ ട്രൂവേ എന്ന പേരിൽ HR കൺസൾട്ടൻസി, അതായത് മെയിൻലി റിക്രൂട്ട്മെൻറ്റ് സപ്പോർട്ട്, ഇപ്പം കോർ ഫോക്കസ് ചെയ്യുന്നത് GCC ആണ്. അതായത് അബ്രോഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കണ്ടെത്തിയിട്ട് അത് മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Do you have any advice for entrepreneurs? കാരണം നമ്മുടെ ഷോ കാണുന്നത് കൂടുതലും entrepreneurs ആണ്, like both small and medium entrepreneurs, right? I like it's a very impressive journey you had, right? Like കഴിഞ്ഞ ഒരു 1.25 മണിക്കൂർ I've been hearing your story, I've been hearing your like how you make it happen, right? So any final words from you before we wind up the show? Yes. ഐ മീൻ നമ്മൾ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന SMBs, ഐ മീൻ അവരായിരിക്കണം കൂടുതലും കാണാൻ സാധ്യത എന്ന് തോന്നുന്നു. ഈവൻ സ്റ്റാർട്ടപ്സുകളാണെങ്കിലും റെലവൻ്റ് ആയേക്കാം. അപ്പം എനിക്ക് തോന്നുന്നത്
ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പം ഒരുപാട് ഐ മീൻ കസ്റ്റമേഴ്സിനെയും ആ ഒരു ഏരിയയിൽ ഒരുപാട് പേരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പലരും ഓപ്പറേഷനിൽ സ്റ്റക്കായിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എവിടെയെങ്കിലും സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നതൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഐ മീൻ പല രീതിയിലും അതിനെ ഇന്നോവേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ചെറിയ സിസ്റ്റം ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതിനെ മുന്നോട്ട് വളർത്താനുള്ള സാധ്യത കാണാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള പിന്നെ തടസ്സങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ എന്താ പറയുക പിന്നെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു റൈറ്റ് കൺസൾട്ടൻറ്റിനെ ഐ മീൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില സമയത്ത് കോച്ച് യെസ് അതെ ഐ മീൻ അറ്റ്ലീസ്റ്റ് അവരിനി കൺസൾട്ടൻസി എടുക്കണം എന്നില്ല, അവർക്ക് ആ മീറ്റ് ചെയ്ത് കണ്ട് സംസാരിക്കുന്ന സമയം പോലും അത് വെറുത്തായിരിക്കും. കാരണം ആ സമയത്ത് പോലും ഒരു 4 എക്സ്ട്രാ പോയിന്റ്സ് അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം അത്തരത്തിൽ അവർക്കത് ആ രീതിയിലൊന്ന് ഐ മീൻ എടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വലിയ രീതിയിൽ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ പിന്നെ ഈവൻ 2 രീതിയിലാണ് അതിൽ. ഒന്ന് അവരുടെ വിഷനിലുള്ള ഒരു ഐ മീൻ ഞാനിപ്പോൾ വിഷൻ ചെയ്ത് എനിക്കൊരു 10 കോടി ഉണ്ടാക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് അപ്പം അത്തരത്തിലുള്ള ഒരു മെൻ്റലി ഉള്ള ബ്ലോക്ക് ഉണ്ടാവും. അതാണെങ്കിൽ ഒരു റൈറ്റ് കോച്ചിനെ കണ്ടിട്ട് അത് സോൾവ് ചെയ്യണം. ഇനി അതല്ല പ്യുവർലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൊട്ടൻഷ്യൽ പലരിലും കാണാറുണ്ട്. അത് പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഓൺട്രപ്രണേഴ്സ് ഗെറ്റ് സ്റ്റക്ക് റൈറ്റ്. അവരെ ഒരു ഹെൽപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ തന്നെയാണ് ഐഡിയാസ് കൊണ്ടുവരിക, അതിൽ ലിമിറ്റ് ചെയ്യും. ബട്ട് പലപ്പോഴും നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ബിസിനസ്സുകൾ വലിയ ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ വലിയ MNCകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ദേ വർക്ക് ആസ് എ ടീം. അവർക്ക് ഇതുപോലെ ഒന്നല്ലെങ്കിൽ റൈറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് കൺസൾട്ടൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻബിൽഡിൽ അവർക്ക് അത്രയും വലിയൊരു ടീമിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവർ വന്ന് ഒരു ചെറിയൊരു സാധനം, ഇപ്പോൾ പല ലിവേഴ്സും നമുക്ക് ഒരു ബിസിനസ്സിൽ നമുക്ക് വലിക്കാമല്ലോ. ഒരു ചെറിയ ചേഞ്ച്, ആ ചേഞ്ച് ആയിരിക്കാം മേ ബി മൾട്ടി ഫോൾഡഡ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ഇൻ യുവർ റെവന്യൂ, പ്രോഫിറ്റ്സ് ഓർ ഇൻ യുവർ ടീം റൈറ്റ്. അത് ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റം വരുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് റൈറ്റ്. ഐ തിങ്ക് ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ടു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സസ് ടു ചേഞ്ച് ദ ഇക്കോസിസ്റ്റം. അവർക്ക് ഈ ഒരു ഇതിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാനുള്ളത് ഉണ്ട്. ബട്ട് സോ ഐ തിങ്ക് ദോസ് അവന്യൂസ് യൂസ് ചെയ്യണം. ഐ മീൻ പൊതുവെ SME ബിസിനസ്സുകളെ ആണെങ്കിൽ ചെറിയ ടീമായിരിക്കും. ടീമിൽ തന്നെ ഐ മീൻ ഒരു വലിയ പിക്ചേഴ്സ് അല്ലെങ്കിൽ വലിയ വിഷൻസും വലിയ കോർപ്പറേറ്റിനെയും കണ്ടിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എസ്പെഷ്യലി ഇൻ കേരള കാണാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഐ മീൻ അതായത് അവർ തീർച്ചയായിട്ടും അവർ കാണുന്നത് 1,000 crores ബിസിനസ് ആയിരിക്കും അവർ ചിലപ്പോൾ ഹെഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ആ ഒരു വലിയ രീതിയിലുള്ള ചേഞ്ച് അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത് കാണാൻ തീർച്ചയായിട്ടും പറ്റും. So it was great talking to you, ma'am. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ like 1.5 hours. Thanks for sharing your wisdom, your ideas and your journey with us. So once again, thanks for connecting. We'll meet soon once again for more thoughts and inspiration. Sure, yeah.